പ്രോബ്ലംസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഒരു മുറിയിൽ 25 ചിൽഡ്രൻസ് ഉണ്ട്, വേറൊരു മുറിയിൽ 35 ചിൽഡ്രൻസ് ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും 5 ബിസ്ക്കറ്റ് വീതം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി എത്ര ബിസ്ക്കറ്റ് വേണ്ടി വരും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആകെ എത്ര കുട്ടികളുണ്ട്? ഒരു റൂമിൽ 25 ഉണ്ട്, മറ്റേ റൂമിൽ 35 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചിൽഡ്രൻ എത്ര പേരുണ്ടാവും? 25 പ്ലസ് 35 അല്ലേ? അതായത് നമുക്ക് എത്ര പേരുണ്ടാവും? 60 കുട്ടികളുണ്ടാവും. ഈ 60 കുട്ടികൾക്കും 5 ബിസ്ക്കറ്റ് വീതം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ടാവും? ടോട്ടൽ ബിസ്ക്കറ്റ് എത്രയായിരിക്കും? 60 ഇൻറ്റു 2, അതായത് 60 ഇൻറ്റു 5 അല്ലേ? 60 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 300 ബിസ്ക്കറ്റ്സ് ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ചെയ്തതിൽ കുട്ടികളുടെ എണ്ണം 25 35 ഒക്കെ അല്ലേനോ? പകരം 20യും 40യും ആണെങ്കിൽ ടോട്ടൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ടാവും? അപ്പൊ നമ്മൾ ടോട്ടൽ ബിസ്ക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടി അറിയോ? നമുക്ക് ആകെ 5 ബിസ്ക്കറ്റ് എല്ലായിടത്തൊക്കെ വീതം കൊടുക്കുന്നത് 5 ഇൻറ്റു ആകെ എത്ര കുട്ടികളുണ്ട്? 20 പ്ലസ് 40 ചെയ്താൽ മതി. അതായത് 5 ഇൻറ്റു 20യും 40യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 16 കിട്ടും. ഈക്വൽ ടു 300 ബിസ്ക്കറ്റ്സ് വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ചെയ്ത പ്രോബ്ലമില് അതിൽ കുട്ടികളുടെ എണ്ണത്തിന് നമ്പർ ഓഫ് ചിൽഡ്രൻസ്, ഫസ്റ്റ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് എഫ് എന്നും അതുപോലെ സെക്കൻഡ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് എസ് എന്നും ടോട്ടൽ ബിസ്ക്കറ്റിന്റെ എണ്ണത്തെ ടി എന്നും റെപ്രസെന്റ് ചെയ്യാണ്. അതുപോലെ ഒരാൾക്ക് 5 ബിസ്ക്കറ്റ് വീതമാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യാം, ഫസ്റ്റ് റൂമിലെയും സെക്കൻഡ് റൂമിലെയും കുട്ടികളുടെ എണ്ണത്തെ ആഡ് ചെയ്യണം. എന്നിട്ട് എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? 5 ബിസ്ക്കറ്റ് അല്ലേ? അപ്പൊ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് നമുക്കിപ്പോ ആകെ എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? നമ്മൾ എന്താ ചെയ്യാറോ? ബിസ്ക്കറ്റിന്റെ എണ്ണം 5 അല്ലേ? ആ 5ന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റൂമിലെ കുട്ടികളുടെ എണ്ണത്തെ കൊണ്ടു ഫസ്റ്റ് റൂമിലെ കുട്ടികളുടെ എണ്ണവും സെക്കൻഡ് റൂമിലെ കുട്ടികളുടെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ അവർക്ക് ഓരോരുത്തർക്ക് 5 രൂപയുടെ ബിസ്ക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആകെ എത്ര ബിസ്ക്കറ്റ് വേണമെന്ന് കിട്ടും. അതായത് നമ്മൾ 5 ഇൻറ്റു ഫസ്റ്റ് റൂമിലെ കുട്ടികളുടെ എണ്ണത്തിന് എഫ് എന്നും സെക്കൻഡ് റൂമിലേത് എസ് എന്നും റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എഫ് പ്ലസ് എസിനെ 5 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് ടി, അതായത് ടോട്ടൽ ബിസ്ക്കറ്റിന്റെ എണ്ണം ആൻസർ കിട്ടും. ഇപ്പൊ നമ്മൾ ഈ ചെയ്തതില് 5 ബിസ്ക്കറ്റിന് പകരം ഇവിടെ 6 ബിസ്ക്കറ്റ് ആണ് വേണ്ടത് എങ്കിൽ എന്തായിരിക്കും ആൻസർ? 5 ബിസ്ക്കറ്റ് ആയപ്പോ നമ്മൾ 5 ഇൻറ്റു എഫ് പ്ലസ് എസ് ചെയ്തപ്പോൾ ടി എന്ന് കിട്ടിയില്ലേ? അപ്പൊ 6 ബിസ്ക്കറ്റ് ആണെങ്കിലോ 6 ഇൻറ്റു എഫ് പ്ലസ് എസ് ചെയ്താൽ നമുക്ക് ടി എന്ന് കിട്ടും. ടോട്ടൽ ബിസ്ക്കറ്റിന്റെ എണ്ണം കിട്ടും. സോ അതാണ് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഇവിടെ ഒരു പിക്ചറിൽ ഒരു ലൈൻ ആണുള്ളത് അല്ലെ? ഈ ലൈൻ എ എന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സി എന്ന പോയിന്റ് വരെ പോകുന്നുണ്ട്. അവിടെ ഈ എം എന്നതുണ്ടല്ലോ, എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഈ എ സി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? എം എന്ന് പറയുന്നത്. അതായത് ഈ എം എന്ന് പറയുന്നിടത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ് എന്ന്. അപ്പോ ഈ എ എം എന്നതിന്റെ എന്താ പറയാ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. എ എമ്മിന്റെ ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എ സി എന്ന ലൈൻ ടോട്ടൽ എത്ര നീളമുണ്ട്? ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ ഉണ്ട്. എ സി എന്നത് 6 പ്ലസ് 2 സെന്റിമീറ്റർ ആണ് അല്ലെ? അതായത് 8 സെന്റിമീറ്റർ ആണ് എ സി. അപ്പൊ എ സിന്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾ എ എമ്മിന്റെ ലെങ്ത് കാണാൻ എന്ത് ചെയ്യണം? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 4 സെന്റിമീറ്റർ ആയിരിക്കും ആ ഡിസ്റ്റൻസ് വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ 5 സെന്റിമീറ്റർ നീട്ടാണ്.
സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ ഉണ്ട്. ഇതാണ് ഇപ്പൊ ലൈൻ വിചാരിക്കുക. ഇതിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ഈ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു ലൈനിനെ നമ്മൾ 4 സെന്റിമീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 4 സെന്റിമീറ്റർ. അങ്ങനെ നമ്മൾ നീട്ടിയാല് ആ വലിയ വരയുടെ ഈ വലിയ വര ഉണ്ടല്ലോ, അതിന്റെ കൃത്യം സെന്റർ ഇവിടെയാണ് വിചാരിക്കും. ഏകദേശം ഇവിടേക്കായിരിക്കും വരിക. അപ്പൊ ഈ കൃത്യം സെന്ററില് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കാണണം. അപ്പൊ ഇതൊരു ബി എന്നൊരു ലൈനാണ്. ഈ സി എന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എ ബിയുടെ ലെങ്ത് എത്രയാന്ന് പറയാം? 5 + 4, അതായത് നമുക്ക് എത്ര കിട്ടും? 9 സെന്റിമീറ്റർ കിട്ടും. ഇതിന് ഒറ്റയടിക്ക് നമുക്ക് എ സിയുടെ ലെങ്ത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഹാഫ് ഇൻറ്റു പകുതി ഇൻറ്റു 4 + 5 അല്ലെ? ആ മൊത്തം നീളത്തിനെ നമ്മൾ എന്ത് ചെയ്യാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുഴുവനായിട്ട് എത്ര നീളമുണ്ട്? 5 + 4 നീളമുണ്ട്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 9ന്റെ ഹാഫ് എത്രയാണ്? 4.5 അല്ലെങ്കിൽ 4 1/2 സെന്റിമീറ്റർ. ഏതും എഴുതാം കേട്ടോ. ഇങ്ങനെ ഏത് എഴുതിയാലും ആൻസർ ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാല്, നമുക്ക് ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ലൈൻ ഇതാണ് ലൈൻ വിചാരിക്കും. ഇത് 7 1/2 സെന്റിമീറ്റർ ഉള്ള ഈ ലൈനിനെ നമ്മൾ കുറച്ച് നീട്ടി വരയ്ക്കാണ്. ഓക്കെ, അത് എത്ര നീട്ടിയത്? 2 1/2 സെന്റിമീറ്റർ ആണ് നീട്ടിയത്. ഇങ്ങനെ എഴുതിയത് 2 1/2 എന്നാണ്. ഈ എഴുതിയിട്ടുള്ളത് 7 1/2 എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സെന്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്, മിഡ് പോയിന്റ്. അപ്പൊ ഇത് എ ബി എന്ന ലൈൻ ആണ്. ഇതിന്റെ സെന്റർ ഇപ്പൊ ഇവിടേക്കാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ എ സിയുടെ ലെങ്ത് കാണണം വിചാരിക്കും. അപ്പൊ എ സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ മുഴുവനായിട്ടുള്ള ലെങ്ത്തിന്റെ ഹാഫ് അല്ലേ? അതായത് ഹാഫ് ഇൻറ്റു അതിന്റെ ഫുൾ ലെങ്ത് എത്രയാണ്? 7 1/2 + 2 1/2 അല്ലേ? which is equal to half into 7 1/2 2 1/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 9 കിട്ടും. പിന്നെ ഈ ഹാഫ് 1 അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കും മിഡ് പോയിന്റ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാല്, നമുക്കൊരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിന്റെ ലെങ്ത് എൽ എന്ന സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. എൽ സെന്റിമീറ്റർ, ലെങ്ത്തിന് നമ്മൾ എൽ എന്നാണ് പറയുന്നത്. എൽ സെന്റിമീറ്റർ നീളമുള്ള ഈ ലൈനിനെ നമ്മൾ ഈ സെന്റിമീറ്റർ നീട്ടി വരയ്ക്കാണ്. നമ്മൾ കുറച്ച് നീട്ടി വരയ്ക്കാണ്. അത് ഈ സെന്റിമീറ്റർ ആണ്. അതായത് നമ്മൾ ഈ എന്ന പേരിട്ട് വിളിക്കാണ്. എന്നിട്ട് ഇതിന്റെ സെന്റർ ഉണ്ടാവുമല്ലോ, അതിന്റെ സെന്റർ സെന്റർ. ഓക്കെ, ഈ സെന്ററിന് ഇവിടുന്ന് ഇവിടെ വരെയാണ് എൽ സെന്റിമീറ്റർ കേട്ടോ. ഇനി ഈ സെന്ററിന്റെ നീളം ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് ഇവിടെ വരെ, അത് എം സെന്റിമീറ്റർ ആണ്. ഓക്കെ, എം സെന്റിമീറ്റർ. അതായത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക എം സെന്റിമീറ്റർ. അപ്പൊ അവിടെ രണ്ടുപേരും എം സെന്റിമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലും ഇയും ഈ എമ്മും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഈ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളത് എം അല്ലേ? എം എന്ന് പറയുന്നത് ഇതിന്റെ ഈ പകുതിയുള്ള നീളമല്ലേ? അപ്പൊ ഈ എം എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലൈനിന്റെ ലെങ്ത്തിന്റെ ഹാഫ് ആണ് അല്ലേ? അതായത് ഹാഫ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് എത്രയാണ്? എൽ + ഇ ആണ് അല്ലേ? ഇങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്ന സംഭവം ഇത് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മനസ്സിലായാലും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.